ചക്രവർത്തി ഇന്ത്യയിൽ വന്നപ്പോൾ ദണ്ഡാമിസ് എന്ന് തക്ഷശിലയിലെ ദണ്ഡാമിസ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ അടുത്ത് ആളയച്ചിട്ട് അരമനയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ സന്യാസി ചെന്ന് പറഞ്ഞ ആള് പറഞ്ഞു വരാൻ പറഞ്ഞപ്പോ വന്നില്ല. അപ്പൊ വരാത്തോണ്ട് ചക്രവർത്തി തന്നെ നേരിട്ട് ചെന്നു. അപ്പൊ ചക്രവർത്തി എന്ന് പറഞ്ഞു, ഞാൻ ആരാ വന്നിരിക്കുന്നത്? ഞാൻ ലോകത്തിന്റെ രാജാവാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ദണ്ഡാമിസ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, സന്യാസി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ രാജാവായിരിക്കും, താങ്കൾ ലോകത്തിന്റെ രാജാവ് തന്നെയാണ്, പക്ഷെ ഞാൻ പ്രകൃതിയുടെ മകനാണ്, സന്യാസിയെ ഞാൻ പ്രകൃതിയുടെ മകനാണ്, എനിക്ക് ഒന്നും വേണ്ട, അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനുമില്ല. ഇന്ത്യൻ ആത്മീയതയും സനാതന ധർമ്മവും ഒക്കെ പഠിക്കാനും വിമർശിക്കാനും നടക്കുന്നവർ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അത് യുക്തിവാദികളും മുക്തിവാദികളും ഇവിടെയുള്ള സകല പേരും കേൾക്കണം. ഞാൻ പ്രകൃതിയുടെ മകനാണ്, എനിക്കൊന്നും ആഗ്രഹിക്കുവാനുമില്ല, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും പോകാനുമില്ല. രാജാവ് ഞെട്ടിപ്പോയി. ഇതെന്താണ് ആദ്യമായി ഒരാൾ പറയുന്നു. അത് കഴിഞ്ഞ് രാജാവ് വീണ്ടും അടുത്ത ആളുടെ അടുത്ത് പോകുന്നു, അതായത് മറ്റൊരു സന്യാസിയുടെ അടുത്ത് ചെല്ലുന്നു. ആ സന്യാസിയോട് പറയുന്നു, എന്താണ് അത്, കോളനാസ് സന്യാസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കോളനാസ് എന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്നെ നീ അറിയുന്നില്ല, ഞാൻ ഈ ലോകം കീഴടക്കിയ രാജാവാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, നീ ഈ ലോകം കീഴടക്കിയതല്ല. ആര് പറഞ്ഞു? അലക്സാണ്ടർ ചക്രവർത്തി, നിങ്ങൾ ലോകം കീഴടക്കിയെന്ന്. നിന്റെ ഉള്ളിലുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളുമാണ് നിന്നെ കീഴടക്കിയത്. ആ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും ഒക്കെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണമായത്, അല്ലെങ്കിൽ താങ്കൾ ഇങ്ങനെ ചെയ്യാൻ കാരണം. ഞാനൊന്നും പക്ഷെ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ലോകം എന്റെ കീഴിലാണ് എന്ന് ആ സന്യാസി പറയും, കോളനസ് സന്യാസി പറയും. അപ്പൊ ഉടനെ തന്നെ ചക്രവർത്തി ആകെ വട്ടായി. ഇതെന്താ പറയണ?